അമേരിക്കൻ റഡാറുകളെ ഇറാൻ തകരാറിലാക്കുന്നത് അമേരിക്കയെയും ഇസ്രായേലിനെയും ഒപ്പം ഗൾഫ് രാജ്യങ്ങളെയും കൂടുതൽ ആശയക്കുഴപ്പത്തിലും അതിലേറെ ഭയത്തിലുമാക്കുന്നുണ്ട്. അവാക്സ് പോലുള്ള അമേരിക്കൻ റഡാർ വിമാനങ്ങൾ തകർക്കപ്പെടുന്നത് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണികൾ തിരിച്ചറിയാനുള്ള കഴിവിനെ സാരമായി ബാധിക്കുമെന്ന് വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണികൾ അഥവാ മിസൈലുകൾ, ഡ്രോണുകൾ തുടങ്ങിയവയിൽ നിന്നുള്ള ഭീഷണികൾ നേരത്തെ കണ്ടെത്താനുള്ള കഴിവിനെ തടസ്സപ്പെടുത്തുകയാണ് അമേരിക്കയുടെ റഡാർ വിമാനങ്ങൾ തകർക്കുന്നതിലൂടെ ഇറാൻ ചെയ്യുന്നത് എന്നാണ് യുദ്ധം വിശകലന വിദഗ്ധർ പറയുന്നത്. അമേരിക്കയുടെ റഡാർ നിരീക്ഷണ വിമാനങ്ങൾ ഇല്ലാതായാൽ ഇറാൻ ഉയർത്തുന്ന വെല്ലുവിളികളും നീക്കങ്ങളും മുൻകൂട്ടി കാണാൻ അമേരിക്കയ്ക്ക് പ്രയാസമാകും. യുദ്ധമുഖത്ത് ദൂരെയുള്ള ശത്രു നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ഇത്തരം വിമാനങ്ങൾ വളരെ പ്രധാനമാണ്. മാർച്ച് 27 സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ അമേരിക്കയുടെ അതിപ്രധാനമായ E-3 സെൻട്രി വിമാനത്തിന് ഗുരുതരമായ കേടുപാടുകൾ സംഭവിക്കുകയും തകർക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരം ഒരു വിമാനം യുദ്ധമുഖത്ത് വെച്ച് തകർക്കപ്പെടുന്നത്. ഈ വിമാനങ്ങളെ ആകാശത്തെ കണ്ണുകൾ എന്നാണ് വിളിക്കുന്നത്. ഇവക്ക് നൂറുകണക്കിന് കിലോമീറ്റർ ദൂരെയുള്ള ശത്രു മിസൈലുകളെയും ഡ്രോണുകളെയും കണ്ടെത്താൻ കഴിയും. ഇത്തരം ഒരു വിമാനം പ്രവർത്തനരഹിതമായാൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള മിസൈൽ നീക്കങ്ങൾ മുൻകൂട്ടി കാണാൻ അമേരിക്കൻ സൈന്യത്തിന് സാധിക്കാതെ വരികയും അത് അമേരിക്കൻ പടക്കപ്പലുകളെയും മറ്റ് സൈനിക താവളങ്ങളുടെയും സുരക്ഷയെ കാര്യമായി ബാധിക്കുകയും ചെയ്യും. ഭൂമിയിലെ റഡാറുകൾക്ക് പിന്നാലെ ആകാശത്തെ റഡാർ വിമാനങ്ങളെയും ഇറാൻ ലക്ഷ്യം വെക്കുന്നത് അമേരിക്കയുടെ സിറ്റുവേഷണൽ അവയർനെസ് അഥവാ യുദ്ധഭൂമിയിലെ സാഹചര്യങ്ങൾ തത്സമയം മനസ്സിലാക്കാനുള്ള ശേഷി ഇല്ലാതാക്കാൻ വേണ്ടിയാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. റഡാർ സംവിധാനങ്ങൾ തകരുന്നതോടെ അമേരിക്കൻ പ്രതിരോധം അന്തമാക്കപ്പെടുകയും ഇറാന്റെ അടുത്ത നീക്കങ്ങൾ തടയാൻ പ്രയാസമാവുകയും ചെയ്യും. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പല റഡാറുകളും ഇതിനിടെ തന്നെ ഇറാൻ തകർത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇറാൻ ഇപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും റഡാർ നിരീക്ഷണങ്ങളെ മറികടക്കാൻ ഉപയോഗിക്കുന്ന ചില പ്രധാന മിസൈൽ സാങ്കേതിക വിദ്യകളിൽ ഒന്നാണ് ഖൊറംഷഹർ 4. ഇറാൻ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഖൊറംഷഹർ 4 പോലുള്ള ബാലിസ്റ്റിക് മിസൈലുകളാണ്. ഇവയുടെ സവിശേഷതകൾ ശബ്ദത്തെക്കാൾ ഏകദേശം 16 മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇതിന്റെ കൂടെ ചൈനയുടെ ബൈഡു സാറ്റലൈറ്റ് നാവിഗേഷൻ സംവിധാനവും ഉപയോഗിക്കുന്നത് വഴി ഈ മിസൈലുകൾക്ക് കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് പതിക്കാൻ സാധിക്കുന്നു. മാത്രമല്ല അതിശക്തമായ ഭൂഗർഭ താവളങ്ങളിൽ നിന്നാണ് ഇവ വിക്ഷേപിക്കുന്നത് എന്നതിനാൽ ഉപഗ്രഹങ്ങൾക്കും റഡാറുകൾക്കും ഇവയെ മുൻകൂട്ടി കണ്ടെത്തി നശിപ്പിക്കാൻ പ്രയാസമാണ്. അതിലുപരി റഡാറുകളെ കബളിപ്പിക്കാൻ ഇറാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഡ്രോണുകളെയാണ്. വളരെ താഴ്ന്നു പറക്കുന്നതിനാൽ തരനിരപ്പിലുള്ള റഡാറുകൾക്ക് ഇവയെ കണ്ടെത്താൻ വളരെ പ്രയാസകരമായിരിക്കും. ഒരേ സമയം നൂറുകണക്കിന് ഡ്രോണുകൾ അയച്ച് ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ ആശയക്കുഴപ്പത്തിലാക്കാൻ ഇറാൻ ഇതുവഴി സാധിക്കുന്നു. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ താരതമ്യേന ദുർബലമാണെങ്കിലും ഇറാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന സ്വന്തം ആകാശത്തെ സംരക്ഷിക്കാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് S-300 PMU-2 റഷ്യൻ നിർമ്മിത വിമാനവേദ സംവിധാനമാണ്. സയ്യിദ് 3G ഹോർമുസ് കടലിടുക്കിന് സമീപം ഇറാൻ വിന്യസിച്ചിരിക്കുന്ന തദ്ദേശീയ മിസൈൽ സംവിധാനമാണ്. അമേരിക്കയുടെ നിരീക്ഷണ വിമാനങ്ങളെയും ഡ്രോണുകളെയും ലക്ഷ്യം വെക്കാൻ പ്രാപ്തിയുള്ളവയാണ് ഇത്. സൈബർ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ റഡാർ വിമാനങ്ങളെ തകർക്കുന്നതിന് പുറമെ അവയുടെ സിഗ്നലുകൾ തടസ്സപ്പെടുത്താനുള്ള ശേഷിയും ഇറാൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. റഡാർ വിമാനങ്ങൾ അന്ധമായാൽ ഇറാന്റെ മിസൈലുകൾ വരുന്നത് അമേരിക്കൻ സൈന്യത്തിന് തിരിച്ചറിയാൻ സാധിക്കില്ല എന്നതാണ് നിലവിലെ വലിയ ഭീഷണി. ഇറാനെ വളരെ ചെറുതായി കണ്ട അമേരിക്കയും ഇസ്രായേലും നിന്ന് കിതക്കുന്ന കാഴ്ചയാണ് ലോകം ഇപ്പോൾ കാണുന്നത്. 4 ദിവസത്തിൽ നിന്നും 4 മാസത്തിലേക്ക് യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്ന അതിദയനീയ അവസ്ഥയാണ് ഇപ്പോൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമുള്ളത്.